ഐ ആം സോന. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററാണ് കേട്ടോ നോക്കാൻ പോകുന്നത്, രണ്ടാമത്തെ ചാപ്റ്റർ. നിങ്ങൾ എന്തായാലും ഒന്നാമത്തെ ചാപ്റ്ററൊക്കെ പഠിച്ച് ഒരു യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമുക്ക് രണ്ടിലോട്ട് പോവാം. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഈ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂസ് ആണെന്ന് പറയുകയും ചെയ്യാം. പക്ഷേ സെപ്പറേറ്റ് ഒരു എക്സാം വാല്യൂ ഉള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എന്താ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് കണ്ടന്റ് ഒന്ന് നോക്കിയാലോ. നമ്മുടെ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഒന്നാമത്തത് നമ്മുടെ ഡെയിലി ലൈഫ് കണക്ഷൻസ്. ഓർഗാനിക് കോമ്പൗണ്ടൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് അറിയാം. നമുക്ക് എന്ത് ചെയ്യുക, അത്ര ശ്രദ്ധിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവർ നമുക്ക് പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് നല്ലൊരു ഗെയിം കളിക്കുന്ന മൂഡിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം കേട്ടോ. ഡെയിലി ലൈഫിലെ സിറ്റുവേഷനൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. പിന്നെ ഷോർട്ട് നോട്ട്സ് ഒന്നും പഠിക്കാനായിട്ടില്ല. ഇതിൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നെങ്കിലും സിംഗിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിനായിട്ട് വരിക. എന്നാൽ ടോട്ടൽ നോക്കുമ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്താ നിങ്ങൾ പഠിക്കേണ്ടത് എന്ന ഷോർട്ട് നോട്ട് ഇതിനുള്ളിൽ തന്നെ നമ്മൾ തന്നിട്ടുണ്ട്. പിന്നെ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വിക്കായിട്ടൊരു റിവിഷൻ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യുന്നത്, റിവൈസ് ചെയ്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റിവിഷൻ ഏരിയ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ എന്താണെന്ന് നോക്കിയാലോ. ഓർഗാനിക് കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത്, അതുകൊണ്ട് തന്നെ അറിയായിരിക്കും അല്ലേ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ DNA ഷുഗറൊക്കെ എന്താ ഓർഗാനിക് കോമ്പൗണ്ടാണ്. എന്നാൽ നമ്മുടെ സോൾട്ട്, അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഇനോർഗാനിക് കോമ്പൗണ്ടുകളല്ല പറഞ്ഞത്. എന്താ തമ്മിലുള്ള വ്യത്യാസം? രണ്ടിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബണൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തരം തിരിച്ചിട്ടാണ് പറയുന്നത് ഓർഗാനിക്, ഇനോർഗാനിക്. കാർബൺ മാത്രമല്ല, കാർബൺ ഹൈഡ്രജൻ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത് അല്ലേ കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. കാർബൺ ഹൈഡ്രജൻ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പം കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവ എന്തെന്ന് വിളിക്കാത്തത്. കാർബൺ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കാത്തത്, ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വിളിക്കാത്തത് കേട്ടോ. ഇനി ഇവയുടെ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ കെമിക്കൽ റിയാക്ഷൻസ്, രണ്ട് റിയാക്ഷനേ ആകെ പറഞ്ഞുള്ളൂ, സബ്സ്റ്റിറ്റ്യൂഷനും അഡീഷനും. അത് നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ് കേട്ടോ. അപ്പം മെയിനായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അഡീഷൻ റിയാക്ഷൻസും ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. മറന്നുപോയില്ലല്ലോ. ഓക്കെ, നമ്മൾ കേട്ടിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വേർഡ് അല്ലേ. നമ്മൾ രണ്ട് ടീം എടുക്കുകയാണെന്ന് വെച്ചാൽ ഗെയിം ടീമുകളിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫുട്ബോൾ ആണെന്ന് വിചാരിക്കുക. അതിൽ ആ ടീം അംഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാളെ ഇങ്ങോട്ട് എടുക്കുക മാത്രമല്ല, നമ്മളിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, മീഥേനും ക്ലോറിനും തമ്മിൽ ഒരു റിയാക്ഷൻ ആണ് ഇതിന്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. മറന്നു പോകരുത്, മീഥേൻ ആൻഡ് ക്ലോറിൻ ആണ്. ഓക്കെ, മീഥേൻ എത്ര സി ഉണ്ട്, എത്ര H ഉണ്ടെന്നൊക്കെ അറിയാലോ. എത്ര സി ആ ഉള്ളത്, ഒരു സിയും. H എത്ര ഉള്ളത്, 4 അല്ലേ. നമ്മൾ സൂര്യനെ പോലെ 4 സൈഡിൽ എന്ത് ചെയ്യും, കോമയൊക്കെ ഇട്ടിട്ട് വരയ്ക്കുന്നതാണ് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് മീഥേൻ എന്ന് പറയുന്നത്. ഒരു സിയും 4 H ചുറ്റും ഉള്ളതാണ് മീഥേൻ. നമ്മുടെ ക്ലോറിൻ, 2 ക്ലോറിൻ ആറ്റംസ് തമ്മിൽ ഒരു സിംഗിൾ ബോണ്ടുള്ള നമ്മുടെ ക്ലോറിനും തമ്മിൽ എന്ത് ചെയ്യുവാണ്, സൈഡിലായിട്ട് നമ്മൾ പടം വരയ്ക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ ആരാണ്, നമ്മുടെ സണ്ണിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുവാണ്, റിയാക്ഷൻ നടക്കുക. നമ്മുടെ മനസ്സിലേക്ക് ഈ പിക്ചർ തന്നെ അങ്ങ് നോക്കിയിട്ടിരുന്നാൽ മതി. ഇത് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു കളിക്കാരനായിട്ടുള്ള ക്ലോറിൻ കയറും. അപ്പോൾ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, ക്ലോറിൻ കയറുന്നു. ഈ റിമൂവ് ചെയ്യുന്ന ആൾ മറ്റേ ടീമിലേക്ക് നമ്മൾ എടുക്കില്ലേ, അതേപോലെ ആ റിമൂവ് ചെയ്ത ഹൈഡ്രജനും ക്ലോറിനും കൂടെ ചേർന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവുന്നു. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവുന്നത്, ഈ മീഥേൻ്റെ അകത്ത് ഒരു ക്ലോറിൻ ആഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ എന്താ ഉണ്ടാവുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുന്നുണ്ട്. IUPAC നെയിമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നെയിം ചെയ്ത് നോക്കി നിങ്ങൾ കറക്റ്റായിട്ടാണോ നെയിം ചെയ്യുന്നതെന്ന്. ഒരു ക്ലോറിനും ഉണ്ട്, മീഥേനും ഉണ്ട്. നമ്മൾ എന്തെന്ന് വിളിക്കും, ക്ലോറോ മീഥേൻ എന്ന പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നതാണ് IUPAC നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലോറോ മീഥേൻ. മറക്കരുത്, ANE ലാസ്റ്റ് വരണം. കാരണം എന്തോന്നാണ്, ഇതൊരു സിംഗിൾ ബോണ്ടാണ് കേട്ടോ. അടുത്ത് നോക്കിക്കോ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. എന്തിന്റെ പ്രസൻസിലാണ്, മറക്കരുത്, നമ്മുടെ വരയ്ക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അവിടെ തന്നെ ഉണ്ട്. ആരുടെ പ്രസൻസിലാണ്, സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുവാണ്, വീണ്ടും എന്ത് ചെയ്തു, ഒരു ടീം അംഗത്തിനെ റിമൂവ് ചെയ്തത് കണക്ക് വീണ്ടും ഹൈഡ്രജനെ വീണ്ടും റിമൂവ് ചെയ്യുന്നു, വീണ്ടും ഒരു ക്ലോറിൻ വരുന്നു. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വീണ്ടും എന്ത് തന്നെയാണ് ഉണ്ടാകുന്നത്, ആ ഹൈഡ്രജൻ അപ്പുറത്തോട്ട്
വഴിക്ക് പോകുന്നത് കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഫുള്ളായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, നമ്മുടെ ഫുട്ബോൾ ടീമിനെ ഓർത്താലും മതി. ആ ടീം അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നതാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതാണ് എന്ന കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ 2 ക്ലോറിൻ വന്നല്ലേ. ഇനി ഒന്ന് നെയിം ചെയ്തൊക്കെ. ഡൈ ക്ലോറോ മീഥേൻ. മാറ്റമൊന്നുമില്ലല്ലോ. ഡൈക്ലോറോമീഥേൻ ആണ് ഇവിടുത്തെ IUPAC നെയിം എന്ന് പറയുന്നത് കേട്ടോ. എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ആദ്യത്തെ ചാപ്റ്റർ നെയിം നൽകുന്നത് എങ്ങനെയാണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. എന്നാൽ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാം. ഓക്കെ. ഇനി വീണ്ടും എന്ത് ചെയ്യുവാണ്? നമ്മളിപ്പോൾ ഓൾറെഡി 2 ക്ലോറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. വീണ്ടും റിയാക്ഷൻ നിർത്തുന്നില്ല. അപ്പോൾ അടുത്ത ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് അടുത്തൊരു ക്ലോറിൻ വരും. അപ്പം നമ്മൾ എന്തെന്നാണ്? ട്രൈക്ലോറോ മീഥേൻ. അത് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി ലാസ്റ്റ് എന്താ? ഒരു ഹൈഡ്രജൻ കൂടെ മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മളിപ്പോൾ കൊടുത്ത് ആനയ്ക്കിരിക്കാൻ സ്ഥലം കൊടുത്ത കണക്കായിപ്പോൾ എല്ലാ ഹൈഡ്രജനെയും ഇപ്പോൾ റിമൂവ് ചെയ്തു. ആരാ അവിടെ ഫുള്ളും വന്നുകൊണ്ടിരിക്കുന്നത്? ക്ലോറിൻ. അപ്പോൾ ലാസ്റ്റുള്ള ഹൈഡ്രജനെയും എന്ത് ചെയ്യുക? നമ്മൾ റിമൂവ് ചെയ്യുന്നു. എന്ത് കയറുന്നു? ക്ലോറിൻ കയറുന്നു. ഇനി ഈ 3 ക്ലോറിൻ ഉള്ളത് നമ്മൾ പറഞ്ഞ ട്രൈക്ലോറോമീഥേൻ എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ പേരാണ് നമ്മുടെ ക്ലോറോഫോം എന്ന് പറയുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് എക്സാം വാല്യൂ അങ്ങനെ രീതിയിൽ നോക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ലാസ്റ്റത്തെ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ക്ലോറിൻ വരുന്നു. ഓക്കെ. ഇത് ടെട്രാ ക്ലോറൈഡ് എന്ന പേരിലോ എന്തെന്നാ പറയുക, ടെട്രാ ക്ലോറോ മീഥേൻ എന്ന പേരിലും നമുക്ക് എന്ത് ചെയ്യാം? IUPAC നെയിം ചെയ്യാം കേട്ടോ. അപ്പോൾ ടെട്രാ ക്ലോറൈഡ് എന്ന് പറഞ്ഞാലും ടെട്രാ എന്താണ്? ക്ലോറോമീഥേൻ. ടെട്രാ ക്ലോറോമീഥേൻ ആയിരിക്കും നിങ്ങൾ പഠിച്ചു വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത്. ആ രീതിയിലും എന്ത് ചെയ്യാം? നെയിം നൽകാം. അപ്പം എന്ത് ചെയ്യുക? ചുറ്റും എന്ത് ചെയ്യുന്നു? ഓരോ 3 ക്ലോറിൻ ഓൾറെഡി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജനും മാറിയിട്ട് അവിടെയും എന്ത് വരുന്നു? ക്ലോറിൻ വരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് അഡീഷൻ റിയാക്ഷനിൽ പോകാം. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഒരു പുതിയ ഒരാൾ വന്നു ചേരുവാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, 2 കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരു കയറ് പിടിച്ച് നിൽക്കുവാണല്ലേ. ആ കയർ എന്താ? ഡബിളായിട്ട് മടക്കിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഒരു 3ാമത് 4ാമത് പറഞ്ഞ കുട്ടിക്ക് പിടിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യുവാണ്? നല്ല കുട്ടികളാണ്. ഓക്കെ. അവരെന്ത് ചെയ്യുന്നു? ആ കയറിനെ ഒന്ന് നൂത്ത് കൊടുക്കുവാണ്. അപ്പോൾ വന്ന 2 പേർക്കും കൂടെ പിടിക്കാനുള്ള സ്ഥലം ഇപ്പം കിട്ടുന്നുണ്ട് അല്ലേ. ആ കയറൊന്ന് നൂന്നപ്പോൾ ഇതേ റിയാക്ഷൻ തന്നെയാണ് അഡീഷൻ. പുതിയ ആളുകൾ വരും. അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിളും ത്രിബിളും ആയിട്ടുള്ള ബോണ്ടുകൾ അത് എന്ത് ചെയ്യുന്നു? സിംഗിൾ ആയിട്ടൊക്കെ മാറുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ത്രിബിൾ ഡയറക്റ്റ് സിംഗിൾ ബോണ്ട് ആവുന്നില്ല കേട്ടോ. ഡബിൾ ബോണ്ട് ആയതിനു ശേഷം വീണ്ടും ആൾ വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? സിംഗിൾ ബോണ്ടിലേക്ക് ആവുന്നത്. അപ്പോൾ ഈ അഡീഷൻ റിയാക്ഷൻ എന്താണെന്ന് എന്ത് ചെയ്യുക? ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ വടം വലിയുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചാൽ ഡബിളായിട്ട് മടക്കിയിരുന്ന കയർ എന്ത് ചെയ്യുന്നു? പുതിയ ആളുകൾ വരുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു? ഒന്ന് നൂത്ത് കൊടുക്കുന്നു. ഈ റിയാക്ഷൻ നടത്തുന്നത് ഏതൊക്കെയാണ്? ഈഥീനും ഹൈഡ്രജനും തമ്മിലാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഹൈഡ്രജൻ വരുന്നതിനനുസരിച്ചാണ് ഡബിൾ ബോണ്ടൊക്കെ എന്ത് ചെയ്യുന്നത്? സിംഗിൾ ബോണ്ട് ആകുന്നത്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോണം. ഓക്കെ. നമ്മുടെ ഇവിടെ ഈഥീനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് വേണം. ആ കാറ്റലിസ്റ്റിന്റെ പേര് എന്താണ്? നിക്കൽ. മറന്നു പോകരുത് കേട്ടോ. ഈഥീനും ഹൈഡ്രജനും. നേരത്തെ 2 ചെക്കന്മാർ നിൽക്കുമായിരുന്നില്ലേ? ആ കാര്യം ഓർത്താൽ മതി. 2 ചെക്കന്മാർ ആ കയറും പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എന്ന് ഓർത്താൽ അത് നിക്കലാണ് കേട്ടോ. അവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യുന്നത്? ഹീറ്റിന്റെ പ്രസൻസിലാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ. അപ്പം എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ടുള്ള നമ്മുടെ എന്ത് ചെയ്യുക? ഈഥീനെ എടുക്കുവാണ്. ഈഥീൻ 2 കാർബൺ നടുക്ക് എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട് ഉണ്ട്. സൈഡിലായിട്ട് എന്ത് ചെയ്യുന്നു? 2 ഹൈഡ്രജൻ വെച്ചിട്ട് ഇതിനെയാണ് ഈഥീൻ. 2 കാർബൺ വന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാ ഈത്. ഓക്കെ. ഒന്നായിരുന്നെങ്കിലോ? നമ്മൾ ഫസ്റ്റ് പത്തില്ലേ മീഥേൻ എന്ന് പറഞ്ഞിട്ട് മെത്ത്. ഓക്കെ. അവിടെ ഒരു കാർബണല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അത് മറന്നു പോകരുത്. ഇനി ഹൈഡ്രജൻസ് വരുവാണ്, സിംഗിൾ ബോണ്ടാക്കും. അതേപോലെ തന്നെ ഓരോ കാർബണിന്റെയും ചുറ്റും എന്ത് ചെയ്യും? ഓരോ ഹൈഡ്രജനും കൂടെ ആഡ് ആവും. നേരത്തെ 2 ഉണ്ടായിരുന്നത് പിന്നെ 3 ഇതാവും കേട്ടോ. കാര്യം മനസ്സിലായോ? ഇത്രയുള്ള കാര്യം. പ്രസൻസ് എന്തിന്റെ കാറ്റലിസ്റ്റ് ആണ്? നിക്കലാണ്. ഓക്കെ. ഇനി നോക്കി അടുത്ത് പഠിക്കാനുള്ളത് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത് കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഡബിൾ ഓർ ട്രിപ്പിൾ ബോൺസ് കമ്പൈൻസ് വിത്ത് സർട്ടൻ മോളിക്യൂൾ ടു ഫോം സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ്. നമുക്ക് കാർബണിന് എപ്പോഴും 4 നമുക്കറിയാം 4 ബോണ്ട് ഫോം ചെയ്യാൻ 4 പേരുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലേ. എന്നാൽ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഡബിളും അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അവർക്ക് 4 കോമ്പൗണ്ടുകൾ പറഞ്ഞില്ല. 4 പേര് ചുറ്റും പറഞ്ഞുണ്ടായിരുന്നോ? നമുക്ക് വരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ
ഇങ്ങനെ വരുന്നതിനെയാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഫുൾ കംപ്ലീറ്റ് ആയി വരണില്ല, നമുക്ക് ഫുൾ കഴിച്ചാലല്ലേ വയറ് വയ്ക്കുള്ളൂ. അതേപോലെ കാർബണിന് ഫുൾ കഴിക്കാൻ കിട്ടിയില്ല. കാർബണിന് എത്ര ഹൈഡ്രജനെ കഴിക്കായിരുന്നു? 4 ഹൈഡ്രജനെ കഴിക്കായിരുന്നു, പക്ഷെ നമ്മൾ 2 ഹൈഡ്രജനെ കഴിക്കാനേ കൊടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അൺസാച്ചുറേറ്റഡ് ആയി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 2 ഹൈഡ്രജനേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കുന്നത്. ഇത് ട്രിപ്പിൾ ബോണ്ട് ആവുന്ന സമയത്തും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. കാർബണിന് എന്ത് ചെയ്യും? 1 ഹൈഡ്രജനുമായിട്ടേ ബോണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യാം? 3 ബോണ്ട് ഉള്ളത് കാരണം തന്നെ കാർബണിന് എത്ര എണ്ണം കഴിക്കാൻ പറ്റുമായിരുന്നു? 4 എണ്ണം കഴിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ 1 കൊടുക്കുന്നത്. ഓക്കെ, ആ കാര്യം അതത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? കാർബൺ എന്ത് ചെയ്യുന്നു? ഈ ഡബിൾ ബോണ്ട് ആയിട്ടുള്ള കാർബൺ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഡബിൾ ബോണ്ട് പോയിട്ട് അവർക്ക് എന്തായിരുന്നു? സിംഗിൾ ബോണ്ടായി മാറുന്നു. ഓക്കെ, പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യുക? ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്. ക്ലോറിൻ്റെയും എപ്പോഴും ഇത് അഡീഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ സിംഗിൾ ബോണ്ട് ആക്കുക, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ എന്താക്കുക? ഡബിൾ ബോണ്ട് ആക്കുക കേട്ടോ. താഴെയുള്ള ഇത് 3 കെമിക്കൽ റിയാക്ഷൻസും അതിന്റെ ബൈ പ്രൊഡക്ട്സും എഴുതാൻ വേണ്ടി പറ്റുമല്ലോ. CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ്. അതിൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ചേരുമ്പോൾ നമ്മുടെ ഈ ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലുള്ള കാർബണിലേക്കാണ് ഹൈഡ്രജൻ ചേരുന്നത് കേട്ടോ. അപ്പൊ CH3 CH2 CH3 എന്നുള്ള രീതിയിലാണ്. ഇനി HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ചേരുന്നതെങ്കിലോ CH2, അവിടെ ഒരു ഹൈഡ്രജനും കൂടെ വരുമ്പോൾ CH3 ആവും. അതേപോലെ CH2ന്റെ കൂടെ ഒരു Cl ആയിരിക്കും പറഞ്ഞത്, കാരണം ഇവിടെ Cl അല്ലേ ചേർക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തുകൂടെ? CHും തമ്മിൽ അവിടെ ഡബിൾ ബോണ്ട് ഉള്ളത്. ഈ ഡബിൾ ബോണ്ടിന്റെ ഒരു സൈഡിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യും, ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യും? Br-നെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പോളിമറൈസേഷൻ എന്താണ് ഈ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. പണ്ട് എന്തൊക്കെയാണ് നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് പല എന്താ രൂപങ്ങളിലാക്കി മാറ്റാൻ വേണ്ടി ഇതേ കാര്യം തന്നെ ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ട് വലിയ വലിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു നമ്മുടെ ബ്ലോക്കുകൾ എന്ത് ചെയ്യുന്നു? ചേർത്ത് എന്ത് ചെയ്യുന്നു? വലിയൊരു ബിൽഡിംഗ് പോലേക്ക് ആക്കില്ലേ, അതിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പോളിമറൈസേഷൻ എന്താണെന്ന് നോക്കിയേ. പോളിമറൈസേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് സിമ്പിൾ മോളിക്യൂൾസ് join together to form large complex molecules. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ലാർജ് ആവുന്നു. സിമ്പിൾ ടു ലാർജ്, ആ 2 പോയിന്റ് മറന്നു വരുത്. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്തിട്ട് ലാർജ് മോളിക്യൂൾസ് ആയി മാറുന്നതിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പോളിമറൈസേഷൻ ചെയ്യാൻ എടുക്കുന്ന സിമ്പിൾ മോളിക്യൂൾസ് ഇല്ലേ, നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സിൽ ആ കുഞ്ഞു കുഞ്ഞു കട്ടകൾ, അതിനെ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ്, മറക്കരുത്. ഇനി നമ്മൾ ഉണ്ടാക്കി തീരുമ്പോൾ കിട്ടുന്ന വലിയ ബിൽഡിംഗ് ഇല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമർ. പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, പോളിമേഴ്സ്. അപ്പം എന്താണ് കുഞ്ഞു കട്ടയെ വിളിക്കുന്നത് മോണോമർ, ആ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമർ. ആ ഒരു നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീരുമ്പോൾ, ബിൽഡിംഗ് ഒക്കെ നിർമ്മിച്ച് തീരുമ്പോൾ വിളിക്കില്ലേ, അതിനെയാണ് പോളിമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പോളിമറൈസേഷൻ 2 രീതിയിൽ നടത്താം. അഡീഷൻ പോളിമറൈസേഷനും ഉണ്ട്, പിന്നെ കണ്ടൻസേഷൻ പോളിമറൈസേഷനും ഉണ്ട്. എന്താണെന്ന് നമുക്ക് ഉള്ളിലോട്ട് നോക്കാം കേട്ടോ. അഡീഷൻ പോളിമറൈസേഷൻ മറന്നു പോകരുത്. അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും ആണ് നമ്മുടെ പോളിമേഴ്സിന്റെ എന്തെന്ന് പറയുന്നത്, പോളിമറൈസേഷൻ നടത്തുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം 2 എണ്ണം പഠിച്ചായിരുന്നല്ലോ, അഡീഷനും പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും. ഓർഗാനിക് കോമ്പൗണ്ടിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന രീതിയാണ്, മറന്നു പോകരുത് കേട്ടോ. കണ്ടൻസേഷൻ ഏതിലാ പറഞ്ഞത്? പോളിമറൈസേഷനിലാണ് പറഞ്ഞത്. ഇനി നോക്കിക്കോ, അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ മോണോമേഴ്സ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അഡീഷൻ പോളിമേഴ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ റിയാക്ഷൻ ഓഫ് മോണോമേഴ്സ്. എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയേ. നമ്മുടെ ഈഥീൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ? CH2 ഡബിൾ ബോണ്ട് CH2നെയാണ് നമ്മൾ ഈഥീൻ എന്ന് വിളിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 കാർബൺ ആണ്. ഈ വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടാണ്. ഇതൊക്കെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരണേ ഉള്ളൂ. ഈഥീൻ, അപ്പൊ ഈഥീൻ N എന്ന് ഫ്രണ്ടിൽ കൊടുക്കാൻ വേണ്ടി കാരണം N നമ്പർ. പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ പോളിമറൈസേഷൻ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഒരുപാട് എണ്ണത്തിന് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു ചായയിൽ എത്ര പഞ്ചസാര ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി പറയാൻ വേണ്ടി പറ്റുമോ? അത്ര എണ്ണ ഇല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരുപാട് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ഒരുപാടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അക്ഷരമാണ് N എന്ന് പറയുന്നത് കേട്ടോ. റിസൾട്ടിൽ എന്താ എഴുതുന്നത്? സെയിം കാര്യം തന്നെയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഡബിൾ ബോണ്ട് മാറ്റി സിംഗിൾ ബോണ്ട് ആക്കും. നമ്മൾ സാധാരണ രീതിയിൽ സിംഗിൾ ബോണ്ട് ആക്കുമ്പോൾ ഹൈഡ്രജന്റെ ഒക്കെ എണ്ണം കൂട്ടുമായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കോ, സെയിം നമ്പർ ഹൈഡ്രജനും കാർബണും തന്നെയാ ബോക്സിനുള്ളിൽ, ആ ബ്രാക്കറ്റിനുള്ളിലുള്ളൂ, CH2. പക്ഷെ ഇടയിലുണ്ടായിരുന്ന ഡബിൾ ബോണ്ടിനെ എടുത്ത് നമ്മൾ അങ്ങ് കളഞ്ഞു, എന്നിട്ട് സിംഗിൾ ബോണ്ട് ആക്കി. അതിന് പകരം എന്ത് ചെയ്യും? ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ബ്രാക്കറ്റിന്റെ താഴെ നമ്മൾ എന്തെന്ന് എഴുതുന്നുണ്ട്? N എന്നുള്ള ഒരു അക്ഷരം എഴുതുന്നുണ്ട്. ഓക്കെ,
ഇനി മോണോമർ എന്താണ്? നമ്മൾ മോണോ പഠിച്ചതാണ്. ആ കുഞ്ഞു കട്ടയെ വിളിക്കുന്ന പേര്. കുഞ്ഞു കട്ട ഏതാണ്? ഈഥീൻ. ഇനി അതിന്റെ പോളിമർ ഏതാണ്? പോളിമർ ഏതാണ്? ബൈ റിസൾട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? അതാണ് നമ്മുടെ ഇവിടെ റിസൾട്ട് എന്തോന്നാണ്? പോളി ഈഥീൻ ആണ്. അപ്പൊ ഈഥീന്റെ ഫ്രണ്ടിൽ പോളി എന്ന വാക്ക് കയറ്റിയപ്പോൾ നമുക്ക് പോളി ഈഥീൻ എന്ന് കിട്ടി. പോളി ഈഥീൻ എന്ന് മാത്രമല്ല, അതിന് കോമൺ ആയിട്ട് നമുക്ക് അറിയപ്പെടുന്ന പേര് പോളിത്തീൻ ആണ്. ആ പോളി കഴിഞ്ഞിട്ടുള്ള ഒരു ഈനെ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളിത്തീൻ എന്നുള്ള പേര്. അപ്പൊ ഈഥീന്റെ പോളിമറൈസേഷൻ കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പോളിത്തീൻ. പോളിത്തീൻ എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. ഓക്കെ, ഇവിടെ ഒരു പിക്ചറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ എന്ത് ചെയ്യുക, നൈസായിട്ടുള്ള കവറുകൾ, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ടാർപോളിൻ, ഇതൊക്കെയാണ് പോളിത്തീനിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അഡീഷൻ പോളിമറൈസേഷനിൽ തന്നെ ഉള്ള രണ്ടാമത്തെ ഒന്നാണ് നമ്മുടെ പോളിവിനൈൽ ക്ലോറൈഡ്. പോളി എന്ന വേർഡ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പോളിമറിന്റെ പേരാണ് ഇപ്പോൾ അവർ പറഞ്ഞതല്ലേ. അപ്പൊ അതിന്റെ മോണോമറിന്റെ പേര് എന്തോന്നായിരിക്കും? പോളി കളഞ്ഞിട്ട് അങ്ങ് വായിച്ചാൽ മതി. ഏതായിരിക്കും അതിന്റെ മോണോമറിന്റെ പേര്? വിനൈൽ ക്ലോറൈഡ്. അതിന്റെ പേര് അവിടെ തന്നിട്ടുണ്ട്, CH2CH, പിന്നെ ആ CHന്റെ കൂടെ ഒരു ക്ലോറിനും കൂടെ വന്നപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാ വിനൈൽ ക്ലോറൈഡ്. എന്തുകൊണ്ടാണ് എടുത്തെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി ഇതിന്റെ റിസൾട്ട് എങ്ങനെയാ എഴുതുക? ഒന്നുമില്ല, എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ അങ്ങ് നോക്കി എഴുതുക. ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കാൻ മറക്കരുത്. ഒരു ബ്രാക്കറ്റ് ഇടുക, പുറത്ത് എന്തെന്നിടുക, ഒരു N താഴെ എഴുതുക. ഓക്കെ, എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ബോക്സിന്റെ പുറത്തേക്ക് നമ്മുടെ എന്ത് ചെയ്യും, ഇനിയും ആഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 ആരോ പോലെ ഇടാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇനിയോ പോളിവിനൈൽ ക്ലോറൈഡ്, PVC നമുക്കറിയാം, PVC പൈപ്പുകളൊക്കെ അറിയാം അല്ലേ. ഇനി പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സാധനമൊന്നും വിചാരിക്കരുത്. ടെഫ്ലോൺ, അതായത് നോൺ സ്റ്റിക് പാനുകളൊക്കെ ഇല്ലേ, അതിന്റെ അകത്തുള്ള ആ കറുത്ത ആ ഒരു കോട്ടിംഗ് ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ ടെഫ്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെഫ്ലോണിന്റെ പേര് എന്തോന്നാണ്? പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. ഫ്ലൂറിൻ എന്നുള്ള സാധനം ഉള്ളത് കൊണ്ടാണ് അതിനെന്ത് നിന്ന് ആ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പൊ CF2 നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഡബിൾ C ഉള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതെന്ത് ചെയ്യുക? CF2 ഇതൊക്കെ സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് മാറ്റി സിംഗിൾ ബോണ്ട് ആക്കുക. എന്ത് ചെയ്യുക? ഒരു ബോക്സ് എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റിനുള്ളിലാക്കുക, താഴെ N ഇടുക, പുറത്തേക്കുള്ള ആരോസ് വരയ്ക്കാൻ മറക്കരുത്. അതേപോലെ പോളി ടെട്രോഫ്ലൂറോ ഈഥീൻ ടെഫ്ലോൺ എന്നുള്ള പേര് എന്ത് ചെയ്യുക? എഴുതുക. ടെഫ്ലോണിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ, കിച്ചണിലേക്ക് കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ, അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ കാണിച്ചത്. ഇനി നോക്കിക്കോ, അഡീഷൻ പോളിമേഴ്സിന്റെ എക്സാമ്പിൾസ് മറന്നു പോരുത്. നമ്മുടെ കണ്ടൻസേഷൻ പോളിമറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഓഡ് വൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോരുത്. ഏതൊക്കെയാണ്? മോണോമേഴ്സ് നോക്കിക്കോ, വിനൈൽ ക്ലോറൈഡ്, ഈഥീന്, ഐസോപ്രീന്, ടെട്രാഫ്ലൂറോ ഈഥീന്, ആക്രിലോനൈട്രിലിൻ എന്ന് പറയുന്ന ഇത് ഇത്രയും എന്തിന്റെയാണ്? അഡീഷൻ പോളിമേഴ്സിൻ്റെതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതിന്റെ പോളിമർ ഏതായിരിക്കും? വിനൈൽ ക്ലോറൈഡിന്റെ പോളിമർ ലാസ്റ്റ് കിട്ടുന്ന അതിനെയാണ് പോളി വിനൈൽ ക്ലോറൈഡ്. അതിന്റെ ഷോർട്ട് ഫോം PVC. എന്തിനാ യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ലേ? എന്തൊക്കെയാണ്? പൈപ്സ്, പ്ലാസ്റ്റിക് ഫർണിച്ചർ, ഇലക്ട്രിക് കണ്ടക്ടേഴ്സിന്റെ ഒക്കെ കോട്ടിങ്, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇനി ഈഥീനോ ഫ്രണ്ടിൽ ഒരു പോളി ഇട്ടെടുക്കുക. അങ്ങ് കളഞ്ഞിട്ട് എഴുതാം, എഴുതിക്കൊണ്ടും വേണമെങ്കിൽ എഴുതാം കേട്ടോ. പോളിത്തീൻ എന്നോ പോളി ഈഥീൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തിനു വേണ്ട? ടാർപോളിൻ ഷീറ്റ്സുകളോ ക്യാരി ബാഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഐസോപ്രീൻ ആണെങ്കിലോ നമ്മുടെ നാച്ചുറൽ റബ്ബർ ആണ്, നമ്മുടെ ടയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊരു അഡീഷൻ പോളിമർ ആണ് കേട്ടോ. ടെട്രോഫ്ലോറോ ഈഥീൻ എന്താണ്? ടെഫ്ലോൺ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ നോൺ സ്റ്റിക് കുക്ക് വേസിന്റെ ഇന്നർ സർഫേസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ആക്രിലോനൈട്രൈൽ എന്നൊരു പേരൊന്നും വ്യത്യാസമായിട്ടുള്ളത് അല്ലേ. അപ്പൊ എക്സാമിന് മിക്കവാറും എന്ത് ചെയ്യും? ഇതേപോലെ പേര് വ്യത്യാസമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എക്സാം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം അതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? സെപ്പറേറ്റ് പഠിക്കണം കേട്ടോ. വിനൈൽ സയനൈഡ്, അല്ലെങ്കിൽ അതിനെന്തെന്ന് അറിയപ്പെടുന്നു? ഓർലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താ ചെയ്യുന്നത്? സിന്തറ്റിക് ഫൈബറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? സിന്തറ്റിക് ഫൈബറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അഡീഷൻ പോളിമേഴ്സിന്റെ ഈ ഒരു ബോക്സ് സെപ്പറേറ്റ് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. PVCയുടെ മോണോമർ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈഥീന്റെ മോണോമർ എന്താണെന്നോ, ഈഥീന്റെ യൂസ് എന്താണെന്നോ, അങ്ങനെ എന്ത് രീതിയിൽ വേണമെങ്കിൽ ടെഫ്ലോണിന്റെ മോണോമർ എന്താണെന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ ചോദിക്കാം കേട്ടോ. അപ്പൊ മറന്നു പോകരുത്. ഇത് നല്ലൊരു ബോക്സ് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത കണ്ടൻസേഷൻ പോളിമേഴ്സ് വളരെ എളുപ്പമാണ്. എന്താ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ നേരത്തെ പഠിച്ചതിലല്ല n എണ്ണം സെയിം മോണോമർ എടുത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. n എണ്ണം ഇപ്പൊ ഈതീനാണെങ്കിൽ n എണ്ണം ഈതീനായിരുന്നു. അതേപോലെ n എണ്ണം എന്താണോ എടുക്കുന്നത് അതേ സെയിം കാര്യം, അതായത് ഒരു മാലയിൽ സെയിം മുത്ത് വെച്ച് കൊരുത്ത് നമ്മൾ മാല ഉണ്ടാക്കുന്നതായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ച അഡീഷൻ പോളിമറൈസേഷൻ. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ അങ്ങനെയല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള മോണോമേഴ്സ് ചേർത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതായത് ഒരു മാലയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള മുത്തുകൾ ചേർത്തിട്ട് നമ്മൾ അത് മാല എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് എടുക്കില്ലേ, ആ ഒരു രീതിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ടുഗദർ ടു ഫോം ലാർജ് കോമ്പൗണ്ട് അക്കമ്പനീഡ് ബൈ ദ റിമൂവൽ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈലോൺ 66 ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. എന്തൊക്കെയാണ് അവിടുത്തെ മോണോമർ എന്ന് നോക്കിയേ. നമ്മൾ നേരത്തെ പഠിച്ചതിലൊക്കെ മോണോമർ സിംഗിൾ ആയിരിക്കും, പക്ഷെ ഇതിൽ മോണോമർ എന്ത് ചെയ്യുന്നു, ഒന്നിൽ കൂടുതലായിരിക്കും കേട്ടോ. അഡിപിക് ആസിഡും ഹെക്സാമീതിൽ അഡിമൈൻ കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നൈലോൺ 66 നിർമ്മിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മോണോമർ മറക്കരുത്, അഡിപിക് ആസിഡും ആണ് നൈലോൺ 66ന്റെ മോണോമേഴ്സ് ചോദിക്കും. നൈലോൺ 66 കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ നല്ല അടി കിട്ടും, നിങ്ങൾക്ക് നല്ല അടി ആയിരിക്കും എക്സാമിന് കിട്ടുന്നത്, ഒന്ന് ഓർത്ത്. അഡിപിക് ആസിഡ്, അതേപോലെ തന്നെ എന്താണ് ഹെക്സാമീതൈൽ അഡിമൈൻ, എന്ത് ചെയ്യുക, അത് രണ്ടും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ, വാട്ടർ ആണ് ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യം നോക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് കണ്ടൻസേഷൻ പോളിമേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നൈലോൺ 66 ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കലൈറ്റ്, അത് പോളിസ്റ്റർ, ഇതൊക്കെ. ഓക്കെ, നൈലോൺ 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ചീപ്പുകൾ, ഓക്കെ, നമ്മുടെ ബ്രഷ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഫൈബറാണ് നൈലോൺ 66 എന്ന് പറയുന്നത് കേട്ടോ. ഇത് എന്തൊക്കെ ചേർത്തിട്ടാണ്, അഡിപിക് ആസിഡും ഹെക്സാമീതൈൽ അഡിമൈനും ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ബാക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കട്ടി കൂടിയ പ്ലാസ്റ്റിക് പോലത്തെ ഇതാണ് കേട്ടോ. നമ്മുടെ ഈ സ്വിച്ച് ബോർഡിലൊക്കെ ഇല്ലേ, സ്വിച്ച് ബോർഡ്, പ്ലഗ്, ഹാൻഡിൽസ് ഓഫ് ദ പ്രഷർ കുക്കർ, നമ്മുടെ പ്രഷർ കുക്കറിൽ നമ്മുടെ ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിലൊക്കെ ഇല്ലേ, അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ബാക്കലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ബാക്കലൈറ്റിന്റെ മറ്റൊരു നെയിം എന്താണ്, ഫിനോൾ ഫോർമാൽഡിഹൈഡ് റിസിൻ. ഓക്കെ, ഫിനോൾ എന്ന് കേൾക്കുമ്പോൾ തറ തുടയ്ക്കുന്ന സാധനം എന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, ബാക്കലൈറ്റിന്റെ പേരാണ് കേട്ടോ, റിസൈൻ ആണ്. ഓക്കെ, ഇത് എന്തിനൊക്കെ ചേർത്തിട്ടാണ്, ഫിനോൾ ഉണ്ട്, അതേപോലെ തന്നെ എന്തെന്ന് ഫോർമാൽഡിഹൈഡും ഉണ്ട്. രണ്ടും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മോണോമർ ചേർത്തിട്ടാണ് ഫിനോൾ എന്ന് പറഞ്ഞ പോളിമർ നിർമ്മിച്ചിട്ടുള്ളത്. പോളിമർ മറക്കരുത്, ബിൽഡിംഗ് ആണ്. ആ മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുഞ്ഞു കുഞ്ഞു കട്ടകളെ വിളിക്കുന്നതാണ് കേട്ടോ. ബിൽഡിംഗ് ബ്ലോക്കിൽ കുഞ്ഞു കട്ടകളില്ലേ, അത് മറന്നു പോകരുത്. ഇനി പോളിസ്റ്റർ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടാർപോളിൻ, ബോട്ടിൽസ്, ഫൈബ്രിക്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പോളിസ്റ്ററിന്റെ പേര് എന്തോന്നാണ്, പോളി ഈഥേൻ ടെട്രാ ഇഫ്തലേറ്റ്. ഓക്കെ, ഇതിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്, എഥിലിൻ ഗ്ലൈക്കോളും അടുത്ത ടെട്രാഫ്തലിക് ആസിഡും ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതിന്റെ മോണോമേഴ്സ് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ഇത് തന്നെ പഠിക്കേണ്ടവർ എവിടെയെങ്കിലും എടുത്ത് എഴുതി എങ്ങനെ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഇന്ന് രസം കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അഡീഷൻ പോളിമേഴ്സ് ഒരു ദിവസം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതേപോലെ കണ്ടൻസേഷൻ പോളിമേഴ്സ് പഠിച്ചു വെക്കുക. അഡീഷൻ പോളിമേഴ്സ് ഏകദേശം നിങ്ങൾ പഠിച്ചു കാണുമെന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക എന്നൊന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? സ്വന്തമായിട്ട് തന്നെ പറയാൻ പറ്റില്ലേ. നൈലോൺ 66 ഏതൊക്കെയാണ്, അഡിപിക് ആസിഡും പിന്നെ ഹെക്സാമീതൈൽ അഡിമൈനും ആണ് എന്ത് ചെയ്യുന്ന പറയുന്നത്, അതിന്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താ നോക്കിയാൽ, പോളിമേഴ്സ് ഒബ്റ്റൈൻ വിത്ത് ഫിനോളും ഫോർമാൽഡിഹൈഡും ചേർത്താൽ എന്താ കിട്ടുക, ഫിനോൾ ഫോർമാൽഡിഹൈഡ് റിസൈൻസ് എന്നുള്ളത് ഓപ്ഷനിൽ ചിലപ്പോൾ കാണില്ല, ഓപ്ഷൻ ഉള്ളതായിരിക്കും. എന്തെന്നാ കാണുക, ബാക്കലൈറ്റ് എന്നാ കാണുക. ഓക്കെ, ബാക്കലൈറ്റ് എന്ന് എഴുതണം കേട്ടോ. ബാക്കലൈറ്റ് എന്താണ്, നമ്മുടെ ഈ ചൂടുപാത്രങ്ങളുടെയൊക്കെ പിടിയാണ്. ഓക്കെ, ചൂടുപാത്രം എന്നിട്ട് പിടി ആരോ തന്നിട്ട് ഇത് എന്ത് പ്രൊഡക്റ്റ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് പോളിസ്റ്ററിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്, എഥിലിൻ ഗ്ലൈക്കോളും അതേപോലെ ടെട്രാഫ്തലിക് ആസിഡും ആണ്. ഓക്കെ, എന്താ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യം മനസ്സിലായോ. ഈ ബോക്സ് നമുക്കിപ്പോൾ തന്നത് കൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബോക്സ് തരില്ല, ഇതിൽ എന്ത് ചെയ്യുക, ഫുള്ളും എന്ത് ചെയ്യുക, ബ്ലാങ്ക് ആയിട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും നമുക്ക് ABC എന്നൊക്കെ പറഞ്ഞിട്ടിട്ടെങ്കിൽ A എന്താണ് B എന്താണെന്ന് കണ്ടുപിടിക്കണം. താഴെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ആൻസറും ചെയ്യണം. ആ രീതിയിലായിരിക്കും സ്കൂളിൽ എന്ത് ചെയ്യുക, എക്സാം വരിക. ഓക്കെ, എല്ലാം ഒരു സിംഗിൾ വേർഡ് ആണ് അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ പഠിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതായത് ഈ പാഠത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ
ആയിട്ടുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ്. ക്വിക്ക് റിവിഷൻ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് അത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കെമിക്കൽ ഇക്വേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മീതേനും ക്ലോറിനും തമ്മിലുള്ള കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് അടിക്കും, മീതേനിൽ എത്ര ഹൈഡ്രജൻ പോയതിനു ശേഷമുള്ള ക്ലോറിനുമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതേണ്ടത് എന്നൊക്കെ ഉള്ളത്. മീതേനും ക്ലോറിനും എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മീതേൻ എത്ര 4 ഹൈഡ്രജൻ ഉള്ള കാർബന്റെ പേരാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം അതെന്ത് ചെയ്യുക, അതും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷനാണ്. അത് അവിടെ ഒരു ഡൗട്ടിന്റെ ആവശ്യമേ ഇല്ല. മീതേൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എഴുതാം CH4, അത് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുന്ന റിയാക്ഷൻ. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും റിയാക്ഷൻ ആണ് അവർ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, അത് കാണിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ബൈ പ്രൊഡക്റ്റ് എഴുതാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 സ്റ്റെപ്പും എഴുതിയിട്ട് വേണം ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഉത്തരത്തിലേക്ക് എത്തേണ്ടത് കേട്ടോ. അതിനുശേഷം ഡിഫൈൻ പോളിമറൈസേഷൻ ആൻഡ് ടൈപ്സ്. പോളിമറൈസേഷൻ എത്ര ടൈപ്പാണ് ഉള്ളത്, ഇപ്പം തന്നെ മനസ്സിൽ ഉത്തരം എത്തിയിട്ടുണ്ടായിരിക്കും. എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ടെഫ്ലോൺ എന്തുകൊണ്ടാണ് നോൺ സ്റ്റിക് കുക്ക് വെയർസിൽ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഇനി നോക്കിയേ 4ാമത്തെ ക്വസ്റ്റ്യൻ. നൈലോൺ ഫോം ചെയ്യുന്നത് ഏത് പോളിമറൈസേഷൻ വഴിയാണ്? അഡീഷൻ പോളിമറൈസേഷൻ ആണോ, കണ്ടൻസേഷൻ ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുള്ള 2 പോളിത്തീൻ്റെയും നൈലോണിന്റെയും മോണോമേഴ്സ് ഏതൊക്കെയാണ്, അതേപോലെ പോളിമറൈസേഷൻ ഏതാണെന്ന് എഴുതണം. പോളിമറൈസേഷൻ 2 ടൈപ്പാണ് ഉള്ളത്, അതിൽ ഏതാണെന്ന് എഴുതണം കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ ആലോചിക്കേണ്ടവർക്ക് ആലോചിച്ച് അത് ഉത്തരം കണ്ടുപിടിക്കുക. ഇല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആ വീഡിയോ കണ്ട് തീർക്കാവുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ഇതിന്റെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്, നമുക്ക് എളുപ്പത്തിന് ചെയ്യാം അല്ലേ. ഒരു CL H റിമൂവ് ചെയ്തിട്ട് അവിടെ CL വരും. ബൈ പ്രൊഡക്റ്റ് എന്തോന്നാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്, സ്മോൾ മോളിക്യൂൾസ് ജോയിൻ ചെയ്യുന്നത്. അതേപോലെ എന്ത് ചെയ്യുന്നു, വലിയൊരു ചെയിൻ ഉണ്ടാകും. ഓക്കെ, അതിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പോളിമറൈസേഷൻ ദ പ്രോസസ് ഓഫ് ജോയിനിങ് സ്മോൾ മോളിക്യൂൾസ് ഇൻ ടു എ ലാർജ് ചെയിൻ. ഓക്കെ, ആ സ്മോൾ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേര് മോണോമർ ആണ്, ലാർജ് ചെയിനിനെ വിളിക്കുന്ന പേര് പോളിമേഴ്സ് ആണ്. അത് രണ്ടും മെൻഷൻ ചെയ്യണം കേട്ടോ നിങ്ങൾ ആൻസറിൽ എപ്പോഴും. ഓക്കെ, ഇനി അത് ഇത്ര ടൈപ്പാണ് ഉള്ളത്. അഡീഷൻ പോളിമറൈസേഷൻ ബൈ പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ലൈക്ക് വാട്ടർ തന്നെ ആവണമെന്നില്ല കേട്ടോ എപ്പോഴും. അടുത്ത 3ാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡ് ഫ്രം ടെട്രാഫ്ലൂറോ ഈഥീൻ അഡീഷൻ പോളിമറൈസേഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. ഇത് നോൺ റിയാക്റ്റീവ് ആണ്, ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. നോൺ റിയാക്റ്റീവ് ആയതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, നോൺ സ്റ്റിക് പാനലുകളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കാരണം എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സർഫസ് എനർജി മേക്ക് ഇറ്റ് നോൺ സ്റ്റിക്ക്. ഓക്കെ, നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യുക, എഴുതി പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് നൈലോൺ ഉണ്ടാക്കുന്നത് 66 ഏതാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ്. ഇനി മോണോമേഴ്സ് ഏതൊക്കെയാണ്, പോളിത്തീൻ്റെയും നൈലോണിന്റെയും. പോളിത്തീൻ്റെ മോണോമർ ഈഥീനാണ്, അഡീഷൻ പോളിമറൈസേഷൻ ആണ്. അപ്പോൾ ഒരു മോണോമർ അവിടെ കാണാൻ ചാൻസ് ഉള്ളൂ. ഇനി നൈലോണിൻ്റെതാണെങ്കിലോ ഹെക്സോമിഥൈൽ അഡിമൈനും അഡിപ്പിക് ആസിഡും ആണ്. ഓക്കെ, അത് ഏതാണ് ടൈപ്പ്, കണ്ടൻസേഷൻ പോളിമറൈസ്. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ മോണോമേഴ്സ് ആ ഉത്തരത്തിൽ തന്നെ വന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിന് എന്തായാലും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പാടായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഈ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് കേട്ടോ. താങ്ക് യു.